ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മധുവിൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി വരുവാണ് രവീന്ദ്രനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട്. രവീന്ദ്രൻ്റെ സുഹൃത്തും കൂടി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും ഫംഗ്ഷൻ നടക്കുന്ന വേദിയിൽ. അപ്പോൾ മധു എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മധുവിൻ്റെ ആ ഫ്രണ്ടിനെയും കൊണ്ട് വന്നിട്ട് ഈ രവീന്ദ്രൻ്റെ അടുത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാളുടെ കാല് പൊക്കിയെടുത്ത് വെച്ച് അയാൾ ഷൂസാണ് ഇട്ടിരുന്നത്. അത് ഈ രവീന്ദ്രൻ്റെ മേത്തിങ്ങനെ കൊള്ളുന്ന വിധത്തിൽ കാലാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ കാലിങ്ങനെ രവീന്ദ്രൻ്റെ മേത്തിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കൂടിയിരിക്കുന്ന രവീന്ദ്രൻ്റെ സുഹൃത്തിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, വാ നമുക്കിവിടെ നിന്ന് എഴുന്നേറ്റ് പോകാമെന്ന് പറയും. ഇതൊക്കെ കണ്ട് നമ്മുടെ മധു ഇരുന്ന് രസിക്കുവാണ് കേട്ടോ ചവിട്ടുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, വാടാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് പറയുമ്പോഴേക്കും കൂട്ടുകാരൻ പറയുന്നുണ്ട്, നിന്നെ മനഃപൂർവ്വമാണ് അയാൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്, അയാളെ രണ്ട് ചീത്ത പറയടാന്നൊക്കെ പറയുമ്പോഴേക്കും ഏയ് വേണ്ട, അറിയാലോ ആ മധു നമ്മളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമുക്കൊന്നും മിണ്ടാതെ ഇവിടെ നിന്ന് മാറിയിരിക്കാം എന്ന് പറഞ്ഞ് സുഹൃത്തിനെ വിളിച്ച് പോകുവാണ്. സച്ചി അവിടെ ഇപ്പുണ്ട്, അവൻ ഇതെങ്ങാനും അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും, നമുക്ക് പോകാടാ ഒന്നും മിണ്ടണ്ടെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്ര സുഹൃത്തിനെയും വിളിച്ച് വേറൊരു സ്ഥലത്ത് പോയിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ സുഹൃത്തായ മീരയാണ്. രണ്ടുപേരും റെഡിയാവുന്ന ഹാളിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ നല്ല ടെൻഷനിലാണ്. മീര പറയുന്നുണ്ട്, ശ്രുതി നീ റെഡിയാവ്, ഫംഗ്ഷന് സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, പിന്നെ അതാണല്ലോ ഇപ്പം മുഖ്യം, രേവതിക്ക് ചെയ്ത പോലെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ വലിയൊരു ഹോളെടുത്ത് പരിപാടി നടത്തിയിട്ട് എനിക്കും കൂടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിരിക്കുവാണ്. അച്ഛനെ കാണണമെന്നുള്ള വലിയൊരു ഹോള് നടത്തിയോണ്ടാണല്ലോ എൻ്റെ അച്ഛനെയൊക്കെ വിളിക്കാൻ പറയുന്നത്. രേവതിക്ക് പോലെ നടത്തിയ പോലെ ചെറുതായിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, നിൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവത്തിന് വേണമെങ്കിൽ അമ്മായിയമ്മ പറയും, ചന്ദ്രാൻറ്റി പറയും വേണമെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി ഇതുപോലെ ഗ്രാൻഡാക്കി നടത്തുന്നൊക്കെ പറയും. അപ്പോൾ നീ എന്ത് ചെയ്താനായിരുന്നു? നിനക്ക് അച്ഛനുമില്ല, ഇതുപോലെ ഗ്രാൻഡാക്കി നടത്താൻ പൈസയുമില്ല, നീ അപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഒന്നില്ലെങ്കിൽ വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ ചിലവിലെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞു പോകില്ലേ, ഇത് നടത്തേണ്ട ചടങ്ങല്ലേ, അങ്ങനെ ഓർത്ത് നീ സമാധാനിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്ത് സമാധാനിക്കാൻ, ഇപ്പോൾ തന്നെ ഇവിടെ എത്തുന്നത് വരെ നിൻ്റെ അച്ഛനെപ്പോൾ വരും അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര ആൻറ്റി, റേഡിയോ പോലെ പാടുവാണ്, എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ടും പാടില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വന്ന് ഡോറി മുട്ടുവാണേ. ശ്രുതി എന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, ദേ FM റേഡിയോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോറ് തുറക്കുവാണ്. അപ്പോൾ ചന്ദ്ര ശ്രുതിയെ കണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ ഇതുവരെ റെഡിയായില്ലേ, അവിടെ വർഷയുടെ പകുതി ഒരുങ്ങിക്കഴിഞ്ഞു, നീ എന്താ ഇപ്പോഴും റെഡിയാവാണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സമയമുണ്ടല്ലോ, എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഇനി സാരി ഉടുത്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ സമയമുണ്ടല്ലോ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയും, നിൻ്റെ അച്ഛൻ എവിടെ, സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എത്തിയില്ലേ, കുറേ നേരം ആയല്ലോ എയർപോർട്ട് കയറി, പ്ലെയിനിൽ കയറി, ഇതുവരെ ഇവിടെ എത്താറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു, പക്ഷെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ്, വിളിച്ചാൽ കിട്ടത്തില്ല, പ്ലെയിനിലായിരിക്കത്തുള്ളൂ, അതാ എടുക്കാത്തതെന്നൊക്കെ ശ്രുതി പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് ബിസി, കല്യാണത്തിനും വന്നില്ല, ഇത് താലിമാറ്റൽ ചടങ്ങിന് ഇവിടെ ഉണ്ടായി നടത്തിക്കൊടുക്കേണ്ട ആളാണ്, ഇതിപ്പോൾ ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് വിളിച്ചു വരുത്തേണ്ട അവസ്ഥയായി, നാണക്കേടെന്നൊക്കെ ചന്ദ്ര പറയുവാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, എന്താ മോളെ, സ്വന്തം മോളുടെ ഇത്ര ബിസി, സ്വന്തം മോളുടെ കാര്യത്തിനൊക്കെ വന്നൂടെ, എന്തിനാ ഇത്ര പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട്, മോളല്ലേ മുഖ്യം എന്നൊക്കെ പറയുമ്പോൾ, അല്ലല്ല പൈസ മുഖ്യമാണ്, ആ പൈസ ഇത്രയും നാൾ സമ്പാദിച്ച പൈസ തന്നെ ശ്രുതിക്കും കൊടുത്ത് അവർക്കുള്ളതായില്ലേ, ഇങ്ങോട്ട് പറ്റി ഞാൻ എല്ലാ കണക്ക് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മീരയും ശ്രുതിയും ഞെട്ടി നിൽക്കുവാണേ. ചന്ദ്ര പറയും, നീ നിൻ്റെ അച്ഛനെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ കിട്ടുന്നുണ്ടോ, ചിലപ്പോൾ ഇപ്പോൾ ബെല്ലടിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് പറയുവാണ് വിളിക്കാൻ. അപ്പോൾ ശ്രുതി ഫോൺ എടുത്ത് വിളിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്, വേറെ ആരെയൊക്കെ കുത്തുമ്പോൾ നോട്ട് റീച്ചബിൾ എന്നൊക്കെ പറയുവേ. എന്നിട്ട് അത് ചന്ദ്രയെ കേൾപ്പിച്ചു കൊടുക്കും, ദേ കണ്ടോ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് ആൻറ്റി, എത്തിയിട്ടില്ല, പ്ലെയിൻ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ശരി എന്നാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാമ പറയാം, വാ ചന്ദ്രേ നമുക്ക് പോവാം, അവർ റെഡിയാവട്ടെ, നമുക്കിനി പോയിട്ട് പിന്നെ വരാം, അപ്പോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയും ഭാമയും പോവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, അവർ പോയി കഴിയുമ്പോഴേക്കും, നീ പറഞ്ഞത് ശരിയാ, നിൻ്റെ ആൻറ്റിയുടെ സ്വഭാവം മാറിയല്ലോ, ഇപ്പോൾ നിന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്, ആൻറ്റിക്ക് എന്നോടുള്ള ഇപ്പോൾ മര്യാദയൊക്കെ പോയി, ഇന്ന് നമ്മ വിചാരിച്ച പോലെ പ്ലാനൊക്കെ നടക്കുമല്ലോ, നടന്നില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ചന്ദ്ര ആൻറ്റി ഒരു തീരുമാനം ഉണ്ടാക്കും, നിനക്ക് ഉറപ്പല്ലേ എല്ലാം നടക്കുമെന്ന്. അപ്പോൾ മീര പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ നടക്കും, ആ സച്ചി അവിടെ തന്നെ ഉണ്ടല്ലോ, എന്നിട്ട് പോയി നോക്കി അവർ, അപ്പോൾ സച്ചി അവിടെ നല്ല മര്യാദ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ഈ സച്ചി എന്താ ഇങ്ങനെ മര്യാദരാമനായിട്ടിരിക്കുന്നത്, നമ്മുടെ പ്ലാൻ വല്ലതും നടക്കുമോ? അപ്പോൾ ശ്രുതി പറയും, നീ ഏർപ്പാട് ചെയ്ത ആൾ വരുമല്ലോ, അത് ബീരാനെ പോലെ ഓവറാക്കുമോ വന്നു കഴിഞ്ഞാൽ? അപ്പോൾ മീര പറയുന്നുണ്ട്, ഇല്ല ഓവറാക്കത്തൊന്നുമില്ല, അയാളിവിടെ വന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സച്ചിയെ കുടിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കുടിച്ചാൽ പിന്നെ സച്ചി വേറെ ആളാണ്, പിന്നെ എന്താ ചെയ്യുന്നതെന്ന് സച്ചിക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല, ഒരു ദിവസം കുടിച്ചിട്ടാണ് എന്നെ തല്ലിയത്, അയാൾ വന്ന് സച്ചിയെ കുടിപ്പിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണം, ആ പ്രശ്നത്തിൽ എൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നു പോകണം, അതാണ് നമ്മുടെ പ്ലാൻ, എല്ലാം നടക്കുമല്ലോ എന്നൊക്കെ ശ്രുതി ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട് മീരയോട്. അപ്പോൾ മീര
പറയുന്നത് ആ നടക്കും, അയാൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രുതി മുറിയിലോട്ട് കടന്നു വരുവേ. ശ്രുതി ചോദിക്കും നിങ്ങൾ ആരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം തന്നെ ഇവർ ഞെട്ടുവേ. അപ്പം പറയും ഞങ്ങൾ പിന്നെ അത് അച്ഛൻ്റെ കാര്യം പറഞ്ഞതാ, അച്ഛൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതാ. ശ്രുതി എന്താ ഇവിടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഞാനേ പെർഫ്യൂം എടുക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞിട്ട് സെൻ്റൊക്കെ അടിച്ച് ശ്രുതി പോകുവാണ്. പിന്നെ കാണിക്കുന്നത് മഹിമയാണ്. മഹിമ ഭയങ്കര ടെൻഷനിലാണ്. മഹിമ മധുവിനോട് പറയുന്നുണ്ട് നമ്മൾ ഏർപ്പാട് ചെയ്ത ആൾ വന്നില്ലല്ലോ, ആ 2 പേര് വന്ന് സച്ചിനായിട്ട് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനെ സച്ചി തല്ലി എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ വർഷയെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താം, അതാണ് എൻ്റെ പ്ലാന്. പക്ഷെ അവരിപ്പോഴും കാണുന്നില്ലല്ലോ. അപ്പം മധു പറയുന്നുണ്ട് അവർ വന്നോളും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ എന്താ എന്നോട് പോലും മിണ്ടൂല എന്ന് പറയുമ്പോൾ സച്ചി ആക്ഷൻ കാണിച്ച് പറയുന്നുണ്ട് ഞാൻ ആരോടും മിണ്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കൂ എന്നൊക്കെ ആക്ഷൻ കാണിച്ച് പറയുവാണ്. അപ്പോൾ രേവതി എന്ത് ചെയ്യുമെന്നറിയോ, സച്ചിനിട്ട് ഒറ്റ പിച്ച് കൊടുക്കും, നല്ല പിച്ച്. സച്ചി അപ്പോഴും വാ തുറക്കില്ല, ഇങ്ങനെ മൂളിക്കരയും എന്ന് പറഞ്ഞ് കരയുവാണ്. രേവതി അത് കണ്ട് ചിരിക്കുവാണ് കേട്ടോ, പൊട്ടിച്ചിരിക്കും. എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷ സ്വർണ്ണമൊക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ വർഷയുടെ ഫ്രണ്ട്സൊക്കെ കൂടിയുണ്ട്. വർഷ പറയുന്നുണ്ട് അയ്യോ ഞാനിപ്പോൾ സ്വർണ്ണക്കടയിലെ ബൊമ്മനെ പോലെ ഉണ്ട്, എന്തിനാണ് ഇത്ര സ്വർണ്ണമൊക്കെ, എനിക്ക് ഇത്ര സ്വർണ്ണമൊന്നും വേണ്ട, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയും ഇതൊക്കെ ഇട്ട് നിൽക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന് നിൻ്റെ പരിപാടി മാത്രമല്ലല്ലോ, നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ പരിപാടിയും കൂടി നടക്കുന്നില്ലേ, അപ്പോൾ ആരാ കൂടുതൽ സ്വർണ്ണമൊക്കെ ഇട്ടേന്ന് എല്ലാവരും നോക്കൂലേ. അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ വിചാരമൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല, എനിക്കിത് ഇടുന്നത് തന്നെ ഇഷ്ടമില്ല, ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ വർഷ പറയുമ്പോൾ അവർ പറയും പോട്ടെ ഇന്നത്തെ ഒരു ദിവസമല്ലേ, ഇനി നിൻ്റെ സീമന്തത്തിനല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ, ഇന്നത്തെ ഒരു ദിവസമല്ലേ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയുള്ളൂ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വരുവാണ് മുറിയിലോട്ട്. ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ അവരുടെ ഫ്രണ്ട്സ് വർഷയുടെ ഫ്രണ്ട്സൊക്കെ പോകുക. എന്നിട്ട് പറയും നിങ്ങൾ സംസാരിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ വർഷയെ കണ്ട് ഇങ്ങനെ നെട്ടിരിക്കുകയാണ്. വർഷനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയും എന്ത് ഭംഗിയായി ഇപ്പോൾ കാണാൻ, സ്വർണ്ണമൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടെന്ന് പറയും. വർഷ പറയും ഓ അപ്പോൾ പൂവും സ്വർണ്ണം ഇട്ടാലാണ് ഒരു പെണ്ണ് ഭംഗിയാവുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെയല്ല, ഇപ്പോൾ നിന്നെ കാണാൻ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടെന്ന് വർഷ ഇങ്ങനെ പുകഴ്ത്തുവാണ്. വർഷക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. വർഷ പറയുന്നുണ്ട് ഞാൻ ജീൻസും ടോപ്പൊക്കെ ഇട്ട് വന്ന് അവിടെ ഇരുന്നാനിരുന്നു, പിന്നെ മമ്മിയുടെ നിർബന്ധത്തിൽ ഞാൻ ഇതൊക്കെ ഇട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് വർഷ. പക്ഷേ ശ്രീകാന്തിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ശ്രീകാന്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നുണ്ട് ഇപ്പോൾ ഒരു മൊബൈൽ ജ്വല്ലറി പോലുണ്ട് നിന്നെ കാണാൻ, ഇതിട്ട് അങ്ങോട്ട് പുറത്തോട്ട് പോയാൽ ആരെങ്കിലും നിന്നെ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അങ്ങനെ എന്നെ ആരും തട്ടിക്കൊണ്ട് പോകില്ല ശ്രീകാന്തേ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും തട്ടിക്കൊണ്ട് പോയാൽ തന്നെ നിന്നോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, കൊണ്ടുപോയവർ തന്നെ ഇതുപോലെ തന്നെ കൊണ്ടുവന്നാക്കിക്കോളൂ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഞാൻ അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും അയ്യോ ഞാനൊരു തമാശ പറഞ്ഞേണേന്ന് പറഞ്ഞ് പിന്നെ അവരുടെ കുറച്ച് നല്ല റൊമാൻറ്റിക് സീൻസൊക്കെയാണ്, നല്ല അടിപൊളി സീൻസൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും മഹിമ വരും മുറിയിലോട്ട്, വീണ്ടും കുറേ സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് വരുവാണ്. എന്നിട്ട് പറയും നീ ഇതും കൂടി ഇട് വർഷയെന്ന് പറഞ്ഞ് ഇടിപ്പിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്ക് വേണ്ട മമ്മി, ഇതൊക്കെ തന്നെ ഇട്ടിട്ട് എനിക്ക് എൻ്റെ കഴുത്ത് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയും നിൻ്റെ കല്യാണം തന്നെ ഞങ്ങൾക്ക് മര്യാദക്ക് നടത്താൻ പറ്റില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഈ ചടങ്ങല്ലേ ഉള്ളൂ, ഇതിലെല്ലാ സ്വർണ്ണങ്ങളും ഇട്ട് എനിക്ക് നിന്നെ കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയും മതി മമ്മി പഴയ കഥകളൊന്നും പറയണ്ട, ഇതെല്ലാം ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ് വർഷം ഇടുവാണ് സ്വർണ്ണങ്ങളൊക്കെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതിയും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മീര വന്നിട്ട് പറയും ആഹാ നിന്നെ കാണാൻ നല്ല ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഇന്ന് എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ശ്രുതിയെ പൊക്കുന്നുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ മീര ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് വർഷയെ കണ്ടുവന്നത്, വർഷയുടെ മേലൊക്കെ നീ കാണണം എന്തോരം സ്വർണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നതെന്നറിയോ. അപ്പോൾ ശ്രുതി പറയും ആണോ, നിൻ്റെ ചന്ദ്രാൻറ്റി എങ്ങാനും അവളെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നു, നിനക്ക് സ്വർണം കുറവാണല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആണോ, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സ്വർണ്ണങ്ങൾ അധികം ഇല്ലല്ലോ, അവളെ കാണണം മൊത്തം നിറഞ്ഞിരിക്കും, ഇനി ഒരു തരി സ്വർണ്ണം ഇടാൻ അവളുടെ ദേഹത്ത് സ്ഥലവും ഇല്ല എന്ന് മീര പറയുമ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. കാരണം മലേഷ്യയിൽ ഏതോ കോടീശ്വരനാണ് ശ്രുതിയുടെ അച്ഛനെന്നാണല്ലോ ചന്ദ്ര വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ്. കൂടുതൽ ചെമ്പനീർപ്പൂവിൻ്റെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.